നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം, അർജുനൻ്റെ തീർത്ഥാടനം. പാണ്ഡവന്മാർ പ്രശസ്തമായ നിലയിൽ രാജ്യഭരണം നടത്തി വന്നു. അവർ പല രാജാക്കന്മാരെയും കീഴടക്കി സാമന്തരാക്കി രാജ്യം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു. അങ്ങനെയിരിക്കെ ഒരു ബ്രാഹ്മണന്റെ കുറെ പശുക്കൾ മോഷണം പോയി. വിപ്രൻ ആവലാതിയുമായി കൊട്ടാരത്തിലെത്തി അർജുനനെ കണ്ടു. കള്ളന്മാരെ പിടികൂടി പശുക്കളെ വീണ്ടെടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പാർത്ഥൻ ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചു. ആയുധങ്ങൾ എടുക്കാനായി അർജുനൻ ആയുധപുരയിലേക്ക് പോയി. അപ്പോൾ ധർമ്മപുത്രരും ദ്രൗപദിയും കൂടി അവിടെ അകത്തിരുന്ന് സംഭാഷണം ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് വേണ്ടത് എന്നറിയാതെ അർജുനൻ കുഴങ്ങി. ജ്യേഷ്ഠനും പത്നിയും കൂടി ധരിച്ചിരിക്കുന്നിടത്ത് കയറി ചെന്നാൽ വ്യവസ്ഥയ്ക്ക് വിപരീതമാകും. താൻ കൊട്ടാരം വിട്ടു പോകേണ്ടി വരും. അകത്ത് കയറി അസ്ത്രങ്ങൾ എടുക്കാതിരുന്നാൽ വിപ്രനെ സഹായിക്കാൻ കഴിയാതെയും വരും. താൻ കൊട്ടാരം വിടേണ്ടി വന്നാലും തരക്കേടില്ല. വിപ്രനെ സഹായിക്കേണ്ടതാണ് രാജ്യധർമ്മം എന്നുള്ള ദൃഢവിശ്വാസത്തോടെ പാർത്ഥൻ അകത്ത് കയറി ധർമ്മപുത്രനെ അറിയിച്ചിട്ട് ആയുധങ്ങൾ എടുത്തു. വിപ്രന്റെ കൂടെ പോയി കള്ളന്മാരിൽ നിന്നും അയാളുടെ പശുക്കളെ വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്തു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അർജുനൻ നേരെ ജ്യേഷ്ഠന്റെ മുന്നിലെത്തി വന്ദിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ദ്രൗപദിയും ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു. നാം കൂട്ടായി ചെയ്ത ശപഥം ഞാൻ തെറ്റിച്ചിരിക്കുന്നു. തന്മൂലം ഞാൻ തീർത്ഥാടനത്തിന് പോകുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാഞ്ചാലി ഒരു കൊല്ലം ഒരാളുടെ മാത്രം സഹധർമ്മിണി ആയിരിക്കും. ആ കാലയളവിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുന്നിടത്ത് മറ്റൊരാൾ കയറി ചെന്ന സഹോദരൻ കൊട്ടാരം വിട്ട് 12 വർഷം തീർത്ഥാടനം നടത്തണം. ഇതാണ് അവർ തമ്മിൽ തീരുമാനിച്ച വ്യവസ്ഥ. അതാണ് ഇവിടെ അർജുനൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ അമ്പരന്നു പോയി. അർജുനന്റെ വാക്കുകൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ധർമ്മപുത്രൻ പറഞ്ഞു, നീ അവിചാരിതമായി ഞാനും ദ്രൗപദിയും കൂടെ ഇരിക്കുന്നിടത്ത് പ്രവേശിച്ചതിൽ അപാകതയൊന്നുമില്ല. അതുകൊണ്ട് നീ എവിടെയും പോകണ്ട. ജ്യേഷ്ഠന്റെ വാക്കുകൾ അർജുനനെ തൃപ്തിപ്പെടുത്തിയില്ല. താൻ ശപഥം തെറ്റിച്ചുവെന്ന അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു വന്നു. അവസാനം ധർമ്മപുത്രർക്ക് അനുജന്റെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു. അർജുനൻ ജ്യേഷ്ഠനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. 12 വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിനായിട്ട് പുറപ്പെട്ടു. അവനോടൊപ്പം ധാരാളം ദ്വിജശ്രേഷ്ഠന്മാരും ബ്രഹ്മചാരികളും യതികളും വേദാംഗ വിജ്ഞന്മാരും പുറപ്പെട്ടു. അവർ പല പല ദേശങ്ങളും പുണ്യസ്ഥലങ്ങളും ചുറ്റി ഗംഗാതീരത്തെത്തി കുറച്ച് ദിവസങ്ങൾ അവിടെ പാർത്തു. ഇനി ഉലൂപി ഇരാവാൻ. ഒരു ദിവസം ഫൽഗുനൻ കുളിക്കാനായി ഗംഗയിലിറങ്ങി. അവിടെ അപ്പോഴുണ്ടായിരുന്ന നാഗരാജാവിൻ്റെ പുത്രി കോമള കളയഭരനായ പാർത്ഥനെ കാണുകയും അവനിൽ പ്രേമപരവശയാവുകയും ചെയ്തു. അവൾ അർജുനനെ മായാജാലം കൊണ്ട് ആകർഷിച്ച് ജലാന്തർ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ നാഗരാജാവിൻ്റെ അരമനയിലെത്തി. അർജുനൻ ചോദിച്ചു, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? അവൾ പ്രതിവദിച്ചു, കൗരവ്യൻ എന്ന പന്നഗരാജാവിൻ്റെ പുത്രിയായ ഉലൂപിയാണ് ഞാൻ. അങ്ങയെ കണ്ട മാത്രയിൽ കാമമോഹിതയായതിനാൽ അങ്ങയെ ആകർഷിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അങ്ങെന്നെ സ്വീകരിച്ചാലും. അർജുനൻ, ഞാൻ 12 വർഷം ബ്രഹ്മചര്യം ആചരിക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഉലൂപി, പാണ്ഡവ ദ്രൗപദിയുടെ കാര്യത്തിൽ എടുത്ത ശബ്ദവും ഏർപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകളും എനിക്കറിയാം. അങ്ങയുടെ ബ്രഹ്മചര്യം ദ്രൗപദിയുടെ കാര്യത്തിൽ മാത്രം പാലിക്കേണ്ടതാണ്. എന്നെ രക്ഷിക്കുന്നതുകൊണ്ട് അങ്ങേക്ക് ധർമ്മഭ്രംശം ഉണ്ടാവുകയില്ല. അങ്ങ് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഉണ്ടാവുകയില്ല. അങ്ങെന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഞാൻ ഭവാനെ ശരണം പ്രാപിക്കുന്നു. ഭവാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റി തന്നാലും. അവൾ പറഞ്ഞ് ശരിയാണെന്ന് പാർത്ഥന് തോന്നി. അവൻ പന്നഗരാജാവിൻ്റെ അന്തപുരത്തിൽ തങ്ങി. അവന് ഉലൂപ്പിയിൽ ജനിച്ച പുത്രനാണ് വീരനും സുന്ദരനുമായ ഇരാവാൻ. ഏതാനും നാളുകൾക്ക് ശേഷം ധനഞ്ജയൻ തിരിച്ചെത്തി നടന്ന വൃത്താന്തങ്ങളൊക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെയും മറ്റും അറിയിച്ചു. അർജുനനും സംഘവും പിന്നീട് ഹിമാലയത്തിലേക്ക് തിരിച്ചു. അവിടെ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം കിഴക്കൻ ദിക്കിലേക്ക് പോയി അംഗം, വംശം, കലിംഗം മുതലായ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം മണിപൂരത്തിലെത്തി. ചിത്രാംഗതൻ എന്ന രാജാവായിരുന്നു മണിപുരം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുത്രിയായ ചിത്രാംഗതയെ വിജയൻ വിവാഹം കഴിച്ചു. 3 വർഷക്കാലം അവിടെ താമസിച്ചു. ചിത്രാംഗതയിൽ പാർത്ഥന് ഒരു പുത്രനുണ്ടായി. അവൻ്റെ പേര് ബഭ്രുവാഹനൻ എന്നായിരുന്നു. ചിത്രാംഗതയെ പിരിയാൻ നേരമായപ്പോൾ അർജുനൻ അവളോട് പറഞ്ഞു, പ്രിയേ, നീ ഇവിടെ താമസിച്ച് ഇവനെ വളർത്തുക. ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ ഭൂമിയൊക്കെ ജയിച്ച് രാജസൂയ യാഗം നടത്തും. അന്ന് എല്ലാ രാജാക്കന്മാരും അവിടെ എത്തും.
അപ്പോൾ നീ നിന്റെ അച്ഛനോടും എൻ്റെ പുത്രനോടും കൂടി അവിടെ വരിക. അതിനുശേഷം നിനക്ക് അവിടെ താമസിക്കാം. മണിപുരത്തു നിന്ന് ദക്ഷിണ ദിക്കിലേക്കാണ് അർജുനൻ പോയത്. അവിടെയുള്ള മുനിമാരോടുകൂടി കുറച്ചുനാൾ പാർത്തു. മുനിമാരുടെ ആവാസ കേന്ദ്രത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 5 തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇവ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരക്കിയ പാർത്ഥനോട് മുനിമാർ പറഞ്ഞു. ഈ 5 തീർത്ഥങ്ങളിൽ 5 മുതലകൾ ഉണ്ട്. അവ മുനിമാരെ പിടിച്ചു തിന്നുന്നു. അതുകൊണ്ടാണ് അവയെ ഉപേക്ഷിച്ചിരിക്കുന്നത്. പാർത്ഥൻ ഉടനെ തന്നെ അതിലൊരു തീർത്ഥക്കുളത്തിലേക്ക് പോയി. മുനിമാർ തടഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ വീരകേസരി അതിലിറങ്ങി. അപ്പോൾ ഒരു വലിയ മുതല വന്ന് അദ്ദേഹത്തെ പിടികൂടി. ബലിഷ്ഠനായ ഫൽഗുനൻ മുതലയെ വലിച്ച് കരയിലിട്ടു. എന്തൊരത്ഭുതം! ആ മുതല സുന്ദരിയായ ഒരു സ്ത്രീയായി രൂപം പ്രാപിച്ചു. അർജുനൻ ചോദിച്ചു, നീ ആരാണ്? എങ്ങനെ മുതലയായി? അവൾ പറഞ്ഞു, ഞാൻ ദേവാരണ്യത്തിൽ വസിച്ചിരുന്ന അപ്സരസാണ്. എനിക്ക് കൂട്ടുകാരികളായി 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും കൂടി ദേവലോകത്തേക്ക് പോകുമ്പോൾ കാട്ടിൽ വെച്ച് തപസ് ചെയ്യുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടു. അദ്ദേഹം യുവാവും സുകുമാര കളയപരനുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ആടിയും പാടിയും അദ്ദേഹത്തെ മയക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ മുതലകളായി 100 കാലം വാഴട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അദ്ദേഹത്തോട് കേണു വീണ് അപേക്ഷിച്ചു. ശരണം പ്രാപിക്കുന്നവരെ ശിഷ്ടന്മാർ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ വിശ്വാസം തെറ്റിയില്ല. ഞങ്ങളെ കരകയറ്റുവാൻ ഒരു മഹാവീരൻ എത്തുമെന്നും അപ്പോൾ ഞങ്ങൾക്ക് ശാപമോക്ഷമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെ പോയാണ് മഹാവീരനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുതലയായി കഴിച്ചുകൂട്ടുക എന്നാലോചിച്ച ഞങ്ങൾ നാരദ മഹർഷിയെ കാണാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ ഈ തീർത്ഥങ്ങളിൽ വന്നത്. ഇവിടെ വെച്ച് പാണ്ഡുപുത്രനായ അർജുന മഹാവീരൻ ഞങ്ങളെ കരകയറ്റി ശാപമോക്ഷം നൽകുമെന്ന് നാരദ മഹർഷി ഞങ്ങളെ സമാധാനപ്പെടുത്തി. ഞങ്ങൾ ഈ തീർത്ഥത്തിൽ മുതലകളായി കഴിച്ചുകൂട്ടുകയാണ്. എനിക്ക് ശാപമോക്ഷം നൽകിയതുപോലെ മറ്റ് 4 തീർത്ഥങ്ങളിൽ മുതലകളായി കിടക്കുന്ന എൻ്റെ സഖിമാർക്ക് കൂടി ശാപമോക്ഷം നൽകി അവരെ അനുഗ്രഹിച്ചാലും. അർജുനൻ മറ്റു തീർത്ഥങ്ങളിൽ കിടന്നിരുന്ന മുതലകളെയും കരയ്ക്ക് വലിച്ചു കയറ്റി. അവരെല്ലാം പഴയ പോലെ സുന്ദരികളായ അപ്സരസുകളായി. എല്ലാവരും അർജുനന് നന്ദി പറഞ്ഞിട്ട് ദേവാരണ്യത്തിലേക്ക് പോയി. അർജുനന്റെ വീരകൃത്യത്തിൽ മുനിമാർ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും തീർത്ഥക്കുളങ്ങൾ ശുചിയാക്കിയതിന് ശേഷം നന്ദി പറയുകയും ചെയ്തു. വിജയൻ മുനിമാരോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. അദ്ദേഹം വീണ്ടും മണിപുരത്ത് വന്നു. കുറച്ചുനാൾ ചിത്രാംഗതയോടൊത്ത് താമസിച്ചിട്ട് ഗോകർണത്തേക്ക് പോയി. ശിവൻ പാർക്കുന്ന ഗോകർണം പാപികൾക്ക് പോലും പുണ്യസ്ഥലമാണ്. അവിടെ കുറച്ചു നാളുകൾ താമസിച്ചിട്ട് പടിഞ്ഞാറൻ കടലോരങ്ങളിൽ കൂടി സഞ്ചരിച്ച് പല പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ച് ദ്വാരകയ്ക്ക് സമീപമുള്ള പ്രഭാസം എന്ന പുണ്യസ്ഥലത്ത് അർജുനൻ എത്തിച്ചേർന്നു. അർജുനൻ പ്രഭാസ തീർത്ഥത്തിൽ താമസിക്കുന്ന കാലത്ത് യാദവനായ ഗദനുമായി പരിചയപ്പെട്ടു. ഗദൻ ബലരാമൻ്റെ ഒരകന്ന ഇളയ സഹോദരനായിരുന്നു. അവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച കൂട്ടത്തിൽ കൃഷ്ണൻ്റെ കനിഷ്ഠ സഹോദരിയായ സുഭദ്രയെപ്പറ്റിയും പറയാൻ ഇടയായി. അർജുനൻ്റെ സുഭദ്രാ പ്രണയം. സുഭദ്ര സൗന്ദര്യത്തിലും സൗശീല്യത്തിലും അനുപമയായിരുന്നു. സുഭദ്രയെപ്പറ്റി സ്നേഹവും മതിപ്പും ഉണ്ടായിരുന്ന ഗദൻ അവളുടെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പറയുന്നത് കേട്ടപ്പോൾ അർജുനന് അവളോട് അഗാധമായ പ്രേമം തോന്നി. എങ്ങനെയും അവളെ പത്നിയാക്കണം എന്ന ആഗ്രഹം അർജുനന് ജനിച്ചു. കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമന് ഗദായുദ്ധത്തിൽ അസാമാന്യമായ പ്രാവീണ്യം ഉണ്ടായിരുന്നു. ദുര്യോധനൻ ബലരാമന്റെ കീഴിൽ ഗദായുദ്ധം അഭ്യസിക്കുകയുണ്ടായിട്ടുണ്ട്. ദുര്യോധനന് സുഭദ്രയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുള്ള അഭിപ്രായവും ബലഭദ്രന് ഉണ്ടായിരുന്നു. ഈ വിവരവും ഗദൻ അർജുനനോട് പറയുകയുണ്ടായി. ഈ പരിതസ്ഥിതിയിൽ സുഭദ്രയെ തനിക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് വഴി എന്നുള്ള ചിന്തയിലാണ്ടു അർജുനൻ. ഒരു സന്യാസിയായി പ്രച്ഛന്ന വേഷം ധരിച്ച് സുഭദ്രയെ നേരിൽ കാണുന്നതിന് പാർത്ഥൻ തീരുമാനിച്ചു. ശിരസ് മുണ്ടനം ചെയ്ത് കാവ്യവസ്ത്രവും ധരിച്ച് കമണ്ഡലവുമായി പാർത്ഥൻ ഒരു ദിവസം ഒരു വൃക്ഷത്തണലിൽ കിടന്നുറങ്ങുമ്പോൾ കൃഷ്ണൻ സത്യഭാമയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അർജുനൻ പ്രവാസ തീർത്ഥത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞാണ് കൃഷ്ണൻ അവിടെ എത്തിയത്. തൻ്റെ പ്രിയങ്കരനായ അർജുനനെ കപടസന്യാസി വേഷത്തിൽ കണ്ടപ്പോൾ കൃഷ്ണന് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാണ് ചിരിക്കുന്നത് എന്ന് സത്യഭാമ ആരാഞ്ഞു. സുഭദ്രയെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന ഈ കപടസന്യാസിയായ അർജുനനെ കണ്ടാണ് ചിരിച്ചത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ സത്യഭാമയും ഉറക്കെ ചിരിച്ചുപോയി. ചിരിയുടെ ശബ്ദം കേട്ടുണർന്ന അർജുനൻ കൃഷ്ണനെ കണ്ട് അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ അർജുനനെ ആശ്ലേഷിച്ചു. രൈവത പർവ്വതത്തിൽ പോയി താമസിക്കാൻ നിർദ്ദേശിച്ച് കൃഷ്ണനും സത്യഭാമയും ദ്വാരകയിലേക്ക് മടങ്ങി. ബാക്കി സുഭദ്രാഹരണം എന്ന ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.